PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 10ാം ക്ലാസ്സുകാരുടെ മാത്സ് ആണ് എടുക്കുന്നത്. മാത്സ് 4th ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അതിലെ നമ്മൾ പേജ് നമ്പർ 91 ആണ്. പേജ് നമ്പർ 91ലെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 4ാമത്തെ ക്വസ്റ്റ്യനിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. 4ാമത്തേലെ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിലെ 2ാമത്തെ. Can a rectangle of diagonal 10 cm be made? ഒരു 10 സെന്റിമീറ്റർ ഡയഗണൽ വരുന്ന ഒരു റെക്ടാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ? ഇതാണ് നമ്മുടെ ചോദ്യം. അതിന് നമ്മള് ആദ്യത്തെ നമ്മൾ എക്സ് കൊടുത്താൽ പിന്നത്തെ 14 മൈനസ് എക്സ് അല്ലേ? അപ്പോ 10 ആണ്. അത് 10 വരണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതി ഉണ്ടാക്കണം. എങ്ങനെയാണ്? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 14 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ. ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ആണ്. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ എഴുതാം. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 14ന്റെ സ്ക്വയർ എത്രയാണ്? 196 മൈനസ് 2 ഇൻറ്റു 14 ഇൻറ്റു എക്സ്, അതായത് 2ab. അപ്പൊ എത്ര കിട്ടി? 28 എക്സ് അല്ലെ? പ്ലസ് ബി സ്ക്വയർ എക്സ് സ്ക്വയർ ആണ് നമുക്ക് കിട്ടുന്നത് 100. ഇനി ഇതിനെ നമ്മൾ ചെറുതാക്കി കൊണ്ടുവരാം. നമുക്ക് ഇതിനെ ഇക്വേഷൻ എക്സ് സ്ക്വയറും കൂടി കൂട്ടിയാൽ എത്രയാണ്? 2x സ്ക്വയർ മൈനസ് പിന്നെ നമ്മൾ എക്സിന്റെ വാല്യൂബിൾ ഉള്ളതാണ് എഴുതാം 2x അല്ലെ? പ്ലസ് 196 ഇസിക്കൽ ടു 100. ഇതിനെ നമുക്ക് ടോട്ടൽ ഡിവൈഡഡ് ബൈ നമുക്ക് എത്ര ചെയ്യാം? 2 കൊണ്ട് ചെയ്യാം. അതല്ലെങ്കിൽ 196 കൊണ്ടുപോയതിനു ശേഷം നമുക്ക് ഡിവൈഡ് ചെയ്താലും മതി. ഈ 196 ഇങ്ങോട്ട് പോകുമ്പോ എത്രയായി? 2x സ്ക്വയർ മൈനസ് 28x. ഈ 196 ഇവിടേക്ക് പോകുമ്പോ എത്രയാണ്? 100 മൈനസ് 196. 100 മൈനസ് 196 എന്ന് പറയുമ്പോ എത്രയാണ്? 96 ആണ്. അത് നെഗറ്റീവ് ആണ് കേട്ടോ. അപ്പോ 2x സ്ക്വയർ മൈനസ് 28x ഇസിക്കൽ ടു 96. ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ബി കണ്ടുപിടിക്കണം. ബി കണ്ടുപിടിക്കണ്ടേ? ബി എത്രയാണ്? അല്ല, ടോട്ടൽ ഡിവൈഡഡ് ബൈ 2 കൊണ്ട് ചെയ്യാതെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇത് കാണേണ്ടത് കേട്ടോ. അപ്പൊ ഇതിനെ 2 കൊണ്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ അല്ലെ? 2x സ്ക്വയർ മൈനസ് 14x പ്ലസ് ബി തന്നിട്ടില്ല കേട്ടോ. ഇസിക്കൽ ടു 96ന്റെ പകുതി. 96ന്റെ പകുതി എത്രയാണ്? 96 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് നോക്കുക. എത്രയാണ്? 2 8 ബാക്കി 16 48 ആണ്. അത് നെഗറ്റീവ് ആണ് കേട്ടോ. ഇനി ബി കണ്ടുപിടിക്കണം. 2ab 2 ഇൻറ്റു a ഇൻറ്റു ബി ആണ് 14x. അതിൽ എക്സും എയും വെട്ടിപ്പോയാൽ 2b 14 ആണെങ്കിൽ ബി ഇസിക്കൽ ടു 7 ആണ് അല്ലെ? 7ന്റെ സ്ക്വയർ നമ്മൾ ഇവിടെയും കൂട്ടണം. അപ്പൊ എത്രയാണ്? 49 ആണ് വരുന്നത്. ഇനി നമ്മൾ ഇക്വേഷൻ ഒന്ന് ചെയ്യാം. a മൈനസ് ബി ഓൾ സ്ക്വയർ ഫോർമുല അല്ലെ? ഇവിടെ മൈനസ് ആയതുകൊണ്ട് അപ്പോ a എന്ന് പറഞ്ഞാൽ x ആണ്, b എന്ന് പറഞ്ഞാൽ 7 ആണ്. a മൈനസ് ബി ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 48 പ്ലസ് 49. നെഗറ്റീവ് 48 49 വെച്ചാൽ രണ്ടിന്റെയും വ്യത്യാസം കാണുമ്പോൾ എത്ര കിട്ടാം? 1 ആണ്. 49 നിന്ന് 48 കുറച്ചാൽ 1 ആണ്. അത് പോസിറ്റീവ് ആണ്. x മൈനസ് 7 1 ആണെങ്കിൽ x ഇതെന്താണ്? റൂട്ട് ഓഫ് 1 അല്ലെ? x മൈനസ് 7 ഓൾ സ്ക്വയർ 1. അപ്പോ x മൈനസ് 7 എത്രയാണ്? പ്ലസ് ഓർ മൈനസ് 1. എങ്കിൽ എക്സിന്റെ വാല്യൂ എന്താണ്? എക്സിന്റെ വാല്യൂ നമുക്ക് 2 വാല്യൂ ഇട്ട് കൊടുക്കണം കേട്ടോ. എക്സ് മൈനസ് 7 ഒന്നാമത്തെ ഉത്തരം എക്സ് മൈനസ് 7 ഇസിക്കൽ ടു പോസിറ്റീവ് 1. രണ്ടാമത്തത് എക്സ് മൈനസ് 7 ഇസിക്കൽ ടു നെഗറ്റീവ് 1 ആണ്. എന്ന് പറഞ്ഞാൽ എക്സ് ഇസിക്കൽ ടു എന്താണ്? ഈ നെഗറ്റീവ് 7 ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ്? പോസിറ്റീവ് 7. അപ്പൊ 1 പ്ലസ് 7 ഇസിക്കൽ ടു 8 എന്ന് കിട്ടി. എക്സ് മൈനസ് 7 ഇസിക്കൽ ടു നെഗറ്റീവ് ആണ്. ഇത് എക്സ് ഇസിക്കൽ ടു വരുമ്പോ ഈ 7 ഇങ്ങോട്ട് പോയാൽ എത്രയാണ്? പോസിറ്റീവ് 7 ആണ്. അപ്പൊ നെഗറ്റീവ് 1 പ്ലസ് 7 എന്ന് പറയുമ്പോ 6 കിട്ടി. അപ്പൊ എക്സിന് 2 വാല്യൂസ് കിട്ടി, 8 കിട്ടി, 16 കിട്ടി. അപ്പൊ ഈ സൈഡ് ഇങ്ങനെ ഒരു റെക്ടാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ? ഇത് വരയ്ക്കാൻ പറ്റും. കാരണം എക്സ് ഇവിടെ 8 എടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? 14 മൈനസ് എക്സ്. ആദ്യത്തത് എക്സ് കൊടുക്കുകയാണെങ്കിൽ ഈ വശം എക്സ് കൊടുക്കാണ്. അത് 8 കൊടുത്താൽ ഈ വശം എത്രയാണ്? 14 മൈനസ് 8. 14ൽ നിന്ന് 8 കുറച്ചാൽ ഇവിടെ എത്ര കിട്ടി? 6 കിട്ടി.
ഇനി എക്സിന് 6 ആണ് കൊടുക്കണമെങ്കിൽ, എക്സിന് 6 ആണ് ഇവിടെ കൊടുക്കണമെങ്കിൽ എക്സ് ഇസിക്കൽ ടു 6 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 8 ആയിരിക്കും അല്ലെ? അപ്പൊ നീളത്തിന് നമ്മൾ എക്സ് കൊടുക്കുക, അതാണ് നമ്മൾ 8 കൊടുത്തു. അപ്പൊ വീതി എത്ര കിട്ടി? 6. അപ്പൊ ഇങ്ങനെ ഒരു റെക്ടാങ്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. കിട്ടിയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ കേട്ടോ. And the third question നോക്കാം. How about a rectangle of the diagonal 14 centimeter? ഇനി അടുത്തത് തന്നെ 14 പകരം എന്താക്കാൻ, 10 പകരം എന്താക്കാൻ 14 ആയിട്ട്. How about a rectangle of diagonal 14? Diagonal 14 വരുന്ന ഒരു റെക്ടാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ എന്ന്. ഇതിന് നമുക്ക് എക്സ് നമ്മൾ ഇതിന് കൊടുത്തു. എക്സ് ആണ് ഇത് കൊടുത്തെങ്കിൽ വീതി എത്രയാണ്? 14 മൈനസ് എക്സ് ആണ് അല്ലെ? എന്നിട്ട് ഇത് 14 ആണ്. അപ്പൊ പറ്റുമോ പറ്റില്ലേ നോക്കാം. നോക്കി എങ്ങനെ നമ്മൾ ഇക്വേഷൻ എഴുതാം? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 14 സ്ക്വയർ ആണ്. എക്സ്പാൻഡ് ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് 14 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ. 14 സ്ക്വയർ എത്രയാ? 196 മൈനസ് 2 ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തത് തന്നെയാണ് കേട്ടോ. ഇപ്പൊ 2, 3 സെയിം തന്നെയാണ് ചെയ്തത്. 28x പ്ലസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 196 ആണ്. അപ്പോ എക്സ് സ്ക്വയറും എക്സ് സ്ക്വയറും കൂടി കൂട്ടുമ്പോ 2x സ്ക്വയർ. അപ്പൊ നമ്മൾ 2x സ്ക്വയർ, എക്സ് സ്ക്വയറും എക്സ് സ്ക്വയറും കൂടി കൂട്ടിയപ്പോ 2x സ്ക്വയർ ആണ്. ഇനി മൈനസ് 28x ആണ് പ്ലസ് 196 അല്ലെ? ഇസിക്കൽ ടു ഇവിടെ 196. അപ്പൊ നമ്മൾ ആ നിലയിൽ 196 അങ്ങോട്ട് കൊണ്ടുപോവാം. കാരണം ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ കൊണ്ടുപോയാലും കുഴപ്പമില്ല. പക്ഷെ ഇവിടെ നമുക്ക് എളുപ്പം ഇവിടെ 196 ആണ്. അതുകൊണ്ട് ഈ 196 അങ്ങോട്ട് കൊണ്ടുപോവാണ്. 2x സ്ക്വയർ മൈനസ് 28x സ്ക്വയർ ഇസിക്കൽ ടു എന്താ പറയുന്നത്? 196 ഇവിടത്തെ ഈ പോസിറ്റീവ് ഇങ്ങോട്ട് വരുമ്പോ മൈനസ് 196. അപ്പൊ എത്രയാ വരിക? 0 അല്ലേ വരിക? 0 കിട്ടി. അപ്പൊ 2x സ്ക്വയർ മൈനസ് 28x ഇസിക്കൽ ടു 0. എത്ര വരെ കിട്ടിയില്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ ഡിവൈഡഡ് ബൈ 2 ഉണ്ട്. ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ എന്താണ്? 2x സ്ക്വയറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 28x-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 14x ഇസിക്കൽ ടു 0 ആണ്. കാരണം 196 മൈനസ് 196 0 കിട്ടിയത്. അപ്പൊ ഇനി നമ്മൾ ഇവിടുത്തെ 2ab കണ്ടുപിടിക്കണം. അതിൽ ബി എത്രയാ കിട്ടുന്നത്? ബി നമുക്ക് കിട്ടുന്നുണ്ട് -14 ആണ്. ഇവിടെ 14 ആണ് 2ab. 2ab എന്ന് പറഞ്ഞാൽ 14x. അതിൽ എക്സും എയും വെട്ടിപ്പോയി. 2b 14 ആണെങ്കിൽ ഇത് എത്രയാണ്? 7ന്റെ സ്ക്വയർ. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ ചേർക്കണം. എത്രയാണ്? 7ന്റെ സ്ക്വയർ 49. ഇനി നമുക്ക് ഇത് ചെറുതാക്കി എടുക്കാം. നമുക്ക് എക്സ് മൈനസ് 7 ഓൾ സ്ക്വയർ ഇസിക്കൽ ടു എത്രയാണ്? 49. എക്സ് മൈനസ് 7 ഓൾ സ്ക്വയർ ഇസിക്കൽ ടു 49 കിട്ടുകയാണെങ്കിൽ എക്സ് മൈനസ് 7 ഇസിക്കൽ ടു എന്താണ്? പ്ലസ് ഓർ മൈനസ് 7. 49ന്റെ റൂട്ട് എത്രയാണ്? 7 ആണ്. അപ്പൊ പ്ലസ് ഓർ മൈനസ് 7 കിട്ടി. അപ്പൊ ഇനി രണ്ട് വാല്യൂസ് കണ്ട് എക്സ് ഇസിക്കൽ ടു എക്സ് മൈനസ് 7 ഇസിക്കൽ ടു പോസിറ്റീവ് 7ഉം അടുത്തത് എക്സ് മൈനസ് 7 ഇസിക്കൽ ടു നെഗറ്റീവ് 7ഉം. ഇവിടെ നെഗറ്റീവ് 7 അങ്ങോട്ട് പോകുമ്പോ എന്തായി? പോസിറ്റീവ് 7 ആയി അല്ലേ? എക്സ് മൈനസ് 7 ഇസിക്കൽ ടു 7 പോസിറ്റീവ് 7 ആവുമ്പോ എക്സ് ഇസിക്കൽ ടു ഈ മൈനസ് 7 ഇങ്ങോട്ട് പോകുമ്പോ പോസിറ്റീവ് 7 ആയി. അപ്പൊ 7 പ്ലസ് 7 ഇസിക്കൽ ടു 14. ഇവിടെ എന്താ വില കിട്ടുന്നത്? ഈ മൈനസ് ഇവിടെ വരുമ്പോ പോസിറ്റീവ് ആണ്. എക്സ് ഇസിക്കൽ ടു നെഗറ്റീവ് 7 നമ്മൾ ഇറക്കിട്ടു. ഇവിടുത്തെ മൈനസ് പ്ലസ് ആയി. അപ്പൊ എത്രയാണ് കിട്ടുന്നത്? എക്സ് ഇസിക്കൽ ടു 0. അപ്പൊ ഇത് ഓൺലി വൺ വാല്യൂ കിട്ടി. എത്രയാണ്? 14 വാല്യൂ നമുക്ക് കിട്ടി. പക്ഷേ എക്സ് എന്ന് പറഞ്ഞാൽ 14 കിട്ടി നമുക്ക്. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ 0 കിട്ടി. 0 വെച്ച് നമുക്കൊന്നും വരയ്ക്കാൻ പറ്റില്ല. 0 വെച്ച് ഒരു അളവ് വെച്ച് വരയ്ക്കോ? 0 എന്നുള്ള അളവിൽ നമുക്ക് റെക്ടാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് എക്സിന് 14 എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ അതും പറ്റില്ല. കാരണം എക്സ് 14 ആണ്. അപ്പൊ നമുക്ക് വേണ്ടി ഇവിടെ 14 എടുക്കാം. പക്ഷെ ഇവിടെ ഇത് 14 ആണെങ്കിൽ ഈ വശം എത്രയാ? 14 മൈനസ് എക്സ് ആണ്. അപ്പൊ 14 കുറച്ചാൽ ഇത് 0 ആയി. 0 വരണ ഒരു റെക്ടാങ്കിൾ വരുമോ? അപ്പൊ നമ്മൾ 14 സെന്റിമീറ്റർ ലൈൻ വരച്ചിട്ട് 0 1 എന്ന് പറഞ്ഞെങ്കിൽ ഇത് കയറണം. 0 എന്ന് പറഞ്ഞാൽ കയറേണ്ട ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഈ 0 തന്നെ വെച്ചാൽ ഇവിടെ ഒരു റെക്ടാങ്കിൾ ആവും. ഓൺലി ലൈനേ വരുള്ളൂ. അതുമല്ല ഇവിടെ 14 വന്നാൽ ഹൈപ്പോട്ടന്യൂസിനേക്കാളും എന്തായാലും
കുറവ് വന്നാലേ ശരിയാവുള്ളൂ അല്ലെ. പാദവും ലംബവും, ഈ പാദം അല്ലെങ്കിൽ ലംബം ബേസ് ആൾട്ടിറ്റ്യൂഡിനേക്കാൾ വലുതായിരിക്കും ഹൈപ്പോട്ടിന്യൂസ്. ഹൈപ്പോട്ടിന്യൂസ് 14 ആയിട്ടുള്ളത് നമുക്ക് ഒരിക്കലും വരയ്ക്കാനായിട്ട് പറ്റില്ല. കിട്ടിയോ? അപ്പൊ ഫൈനൽ ആൻസർ വെക്കാം. എക്സിന് നമുക്ക് 14 കിട്ടി. ഇവിടെ x = 14, x = 0. അപ്പൊ x 14 വെച്ച് നമുക്ക് വരയ്ക്കാൻ പറ്റും. പക്ഷെ ഇവിടെ x പറ്റില്ല, കാരണം ഡയഗണൽ 14 ആണ്. ഡയഗണൽ 14 ആയതുകൊണ്ട് ഇത് 14 കൊടുത്താൽ ഇവിടെ 14 - x 0 ആണ്. അപ്പൊ വീതി എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 0 ആവും. ലെങ്ത് 14 കിട്ടി, പക്ഷെ ബ്രെഡ്ത്ത് 0 ആണ്. അങ്ങനെ നമുക്കൊരു റെക്ടാംഗിൾ വരയ്ക്കാൻ പറ്റില്ല എന്ന് എഴുതി വെക്കാം കേട്ടോ. അപ്പൊ എഴുതി വെക്കണം, വി കാൻറ്റ് ഡ്രോ എ റെക്ടാംഗിൾ ലൈക്ക് ദിസ്. അപ്പൊ നമ്മൾ ഈ ടോപ്പിക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്തത് ഇക്വേഷൻസ് ആൻഡ് പോളിനോമിയൽ. ഇനിയാണ് നമ്മൾ ഈ പാഠത്തിന്റെ ശരിക്കുള്ള മൂന്നാമത്തെ രീതിയാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വെച്ച് നമ്മളൊരു ഫോർമുല പഠിക്കാൻ പോവാണ്. രണ്ടാം കൃതിയിലുള്ള സമവാക്യം. അതിന് നമുക്ക് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി എന്താണ്? സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എക്സിന് എന്തായിരിക്കണം? കൃതി 2, എക്സ്പോണന്റ് 2 ആയിരിക്കണം. അപ്പോ ax² + bx + c = 0. ഇതാണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലില് നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? x = -b ± √b² - 4ac by ടോട്ടൽ ബൈ ആണ് കേട്ടോ, 2a. ശരിയോ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇത് ബൈ ഹാർട്ട് പഠിക്കുക എല്ലാവരും കേട്ടോ. ഇഫ് നമ്മുടെ പോളിനോമിയൽ എന്താണ്? ax² + bx + c ആണെങ്കിൽ ax² + bx + c എന്ന ഫോമിൽ കൊടുക്കുന്ന സമയത്ത് ഇനി നമുക്ക് എല്ലാ കണക്കും നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ എക്സാമിന് വരുമ്പോൾ നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും ചെയ്യാട്ടോ. ഈ പ്രോബ്ലംസിന്റെ ഒക്കെ നമുക്ക് ഇക്വേഷൻ ഒന്ന് എഴുതിയിണ്ടാക്കാം. എന്നിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ വർഗം പൂർത്തിയാക്കില്ല, കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ വെച്ച്, അതാണ് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലംസ് ഒക്കെ ചെയ്തത് അല്ലെ. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ബി കണ്ടുപിടിച്ചിട്ട് ഒന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ട്. ദിസ് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ax² + bx + c = 0 ആണെങ്കിൽ x = എന്താണ്? -b ± √b² - 4ac by 2a. അത് എപ്പോഴും ശ്രദ്ധിക്കണം. ഇത് ചെയ്തതിന് ശേഷമാണ് ആദ്യം നമ്മൾ കാണേണ്ടത് b². ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞിട്ട് ആദ്യം നിങ്ങൾ b² - 4ac കാണണം. ആദ്യം അത് കണ്ടുവെക്കണം. എന്നിട്ട് വേണം നമുക്ക് -b യുടെ ± ഇത് ചെയ്യണം. അതിനുശേഷമാണ് ടോട്ടൽ ഡിവൈഡ് ബൈ 2a. അല്ലാതെ ഇത് കണ്ടതിന് ശേഷം 2a ഡിവൈഡ് ചെയ്യരുത് കേട്ടോ. ആദ്യം ഇതിൽ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ ഓർക്കാം. ആദ്യം ചെയ്യേണ്ടത് b² - 4ac ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അത് കണ്ടുപിടിക്കാം. ഇനി അതിന്റെ സ്പെക്കുലാരിറ്റീസ് ഞാൻ പറഞ്ഞുതരാം. എന്തൊക്കെയാണ് അതിന്റെ സവിശേഷത? b² - 4ac ചെയ്താൽ നമുക്കറിയാം ഇതിൽ സൊല്യൂഷൻ ഉണ്ടോ ഇല്ലേന്ന്. ഇവിടെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നറിയാൻ നമുക്ക് ആകെ കൂടി ഇത് മാത്രം കണ്ടാൽ മതി. അപ്പൊ നമ്മൾ ഇത് കാണണമെങ്കിൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം b² - 4ac, അതിനുശേഷം ഇതിന്റെ കൂടെ ± ചെയ്തതിന് ശേഷമാണ് by 2a ചെയ്യാനായിട്ട് പാടുള്ളൂ എന്ന്. നമുക്ക് ഇവിടെ b² - 4ac അതിന് നമ്മൾ ഡിസ്ക്രിമിനന്റ് എന്ന് പറയും, വിവേചകം. ഡിസ്ക്രിമിനന്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഈ ഡിസ്ക്രിമിനന്റ് അതിന് 3 കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. b² - 4ac ഒന്നില്ലെങ്കിൽ അത് എന്താവാം? ഒരു പോസിറ്റീവ് സംഖ്യ ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ് സംഖ്യ ആവാം, അല്ലെങ്കിൽ 0 ആവാം. അപ്പൊ അത് 3 ഒന്ന് എഴുതി വെക്കാം. ഇഫ് ഇറ്റ് ഈസ് 0, ഇത് 0 ആണെങ്കിൽ b² - 4ac 0 ആകാം. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ആവാം. പോസിറ്റീവ് നമ്പേഴ്സ് 0 ആണെങ്കിൽ അതിന് എന്തുള്ളൂ? ഒരു സൊല്യൂഷനേ ഉള്ളൂ. ഇതിന്റെ b² - 4ac = 0 ആവുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ഓൺലി 1 സൊല്യൂഷൻ. എന്ന് വെച്ചാൽ എക്സിന് നമുക്ക് ഒരു മൂല്യം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. b² - 4ac = 0
0 ആണെങ്കിൽ എക്സിന് ഒരു മൂല്യമേ ഉള്ളൂ. കിട്ടി? ഇനി അടുത്തത് ബി സ്ക്വയർ മൈനസ് 4ac ഇസിക്കൽ ടു എന്താണ്? ഇസിക്കൽ ടു അല്ല, ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. സീറോയിനേക്കാൾ വലുത്. സീറോയിനേക്കാൾ വലുത് എന്ന് പറഞ്ഞാൽ സീറോയിനേക്കാൾ വലുത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് ഇറ്റ്സ് എ പോസിറ്റീവ് നമ്പേഴ്സ് അല്ലെ, അതിസംഖ്യകള് പോസിറ്റീവ് സംഖ്യകളാണെങ്കിൽ പൂജ്യത്തിനേക്കാൾ കൂടുതലാണെങ്കിൽ അതിന് എത്ര സൊല്യൂഷൻ ഉണ്ട്? 2 സൊല്യൂഷൻ ഉണ്ട്. ഇവിടെ ബി സ്ക്വയർ മൈനസ് 4ac ആണെങ്കിൽ എത്ര ഉള്ളൂ? ഒരു സൊല്യൂഷനേ ഉള്ളൂ. ബി സ്ക്വയർ മൈനസ് 4ac ആണ് പൂജ്യത്തിനേക്കാൾ വലുതെങ്കിൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2 സൊല്യൂഷൻസ് കിട്ടും. കാരണം പ്ലസും മൈനസും ഇട്ട് നമുക്ക് ഓരോന്ന് അല്ലെ, പ്ലസ് ഇട്ടിട്ട് ഒരു വില കിട്ടും, മൈനസ് ഇട്ടിട്ട്. ഇനി ബി സ്ക്വയർ മൈനസ് 4ac is less than 0. സീറോയിനേക്കാൾ ചെറുതാണ്. സീറോയിനേക്കാൾ ചെറുതായ സംഖ്യകൾ ഏതാ? നെഗറ്റീവ് നമ്പേഴ്സ്. അപ്പോ ഇത് നെഗറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ അതിന് മൂല്യങ്ങളില്ല, അതിലൊരു മൂല്യം. അപ്പോ ഈ നമുക്ക് ഇത് കണ്ടാൽ മതി, ഡിസ്ക്രിമിനന്റ് കണ്ടാൽ മതി. ഈ ഡിസ്ക്രിമിനന്റ് പോസിറ്റീവ് 0 ആണെങ്കിൽ ഒരു മൂല്യം. നമ്മളോട് ചോദ്യം വരുന്നത് ഇങ്ങനെയുള്ള റെക്ടാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ക്വയർ വരയ്ക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള അളവ് നമുക്ക് വരയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ആദ്യം നോക്കിയാൽ മതി. ബി സ്ക്വയർ മൈനസ് 4ac ഇത് നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ വരയ്ക്കാനേ പറ്റില്ല. കാരണം എന്താണ്? ഈ ബി സ്ക്വയർ മൈനസ് 4ac നെഗറ്റീവ് സംഖ്യകളാണ്. പൂജ്യത്തിനേക്കാൾ ചെറുതാണെങ്കിൽ വി കാൻ ഡു ലൈക്ക് ദാറ്റ് ട്രയാങ്കിൾ അല്ലെങ്കിൽ റെക്ടാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ ഏതളവായാലും നമുക്കൊന്നും വരയ്ക്കാൻ പറ്റില്ല. കാരണം നെഗറ്റീവ് സംഖ്യക്ക് റൂട്ടില്ല. നെഗറ്റീവ് സംഖ്യക്ക് റൂട്ടില്ല. അപ്പൊ നമുക്ക് ഒരിക്കലും ഇത് നെഗറ്റീവ് വന്നാൽ നമുക്ക് അങ്ങനെ ഒരു എക്സിന് മൂല്യമില്ല. എക്സ് അങ്ങനെ ഒരു മൂല്യം വെച്ചിട്ട് അങ്ങനെ ഒരു സംഖ്യ വെച്ചിട്ട് നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അപ്പൊ ഇത് 3 എഴുതി വെക്കാം കേട്ടോ. ഇത് 3 എഴുതി വെക്കാം. ഇവിടെ ഇത് എഴുതി വെക്കാം. ഇക്വേഷൻ എല്ലാവരും പഠിക്കാം. എന്താ? സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 ആണ് അല്ലെ. ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0. അങ്ങനെ നമുക്ക് ഇക്വേഷൻ നമ്മൾ എഴുതി ഉണ്ടാക്കും. അങ്ങനെ എഴുതി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ഫോർമുല ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ദ്വിമാന സമവാക്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്താണ്? x ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a ആണ്. അതിലെ ഇതിനെയാണ് ഈ ബി സ്ക്വയർ മൈനസ് 4ac ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അതിലെന്താണുള്ളത്? അതാണ് വിവേചകം, ഡിസ്ക്രിമിനന്റ്. അത് ഡിസ്ക്രിമിനന്റ്. ഈ ഡിസ്ക്രിമിനന്റ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് 3 കണ്ടീഷൻസ് വന്നു. ഈ ഡിസ്ക്രിമിനന്റ് കണ്ടുപിടിച്ചാൽ 3 രീതിയിൽ കണ്ടുപിടിച്ചാൽ നമുക്ക് അതിന്റെ വാല്യൂസ് അറിയാം. ഇഫ് ഇറ്റ് ഇസ് 0, ബി സ്ക്വയർ മൈനസ് 4ac 0 ആണെങ്കിൽ അതിനെന്താണ്? ഒരു മൂല്യം ഉണ്ടാവുള്ളൂ. കാരണം പ്ലസും മൈനസും ഇട്ടാലും നമുക്ക് ഒരു ഉത്തരം കിട്ടുള്ളൂ പൂജ്യത്തിന് അല്ലെ. ഇവിടെ പൂജ്യത്തിനേക്കാൾ വലുതാണ് എന്ന് പറഞ്ഞാൽ ഇഫ് ഇറ്റ് ഇസ് പോസിറ്റീവ് നമ്പേഴ്സ്, അതിസംഖ്യകളാണെങ്കിൽ പോസിറ്റീവ് സംഖ്യകളാണ് ബി സ്ക്വയർ മൈനസ് 4ac കിട്ടണമെങ്കിൽ 2 മൂല്യങ്ങൾ ഉണ്ടാവും. സൊല്യൂഷൻ 2 എണ്ണം, എക്സിന് 2 വാല്യൂസ്. ഇവിടെ ബി സ്ക്വയർ മൈനസ് 4ac പൂജ്യത്തിനേക്കാൾ ചെറുതാണെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ്, പൂജ്യത്തിനേക്കാൾ ചെറുതെന്ന് വെച്ചാൽ നെഗറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ എക്സിന് മൂല്യമില്ല. അപ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഇത് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് എഴുതി വയ്ക്കാം എക്സിന് മൂല്യമില്ല, അതുകൊണ്ട് നമുക്കത് വരയ്ക്കാൻ പറ്റില്ല എന്ന്. നമുക്കിനി ഈ ഫോർമുല വെച്ച് നമുക്ക് കണക്കുകൾ ചെയ്യാൻ തുടങ്ങണം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് എടുക്കാം. ഇത് നന്നായിട്ട് എല്ലാവരും ഇന്ന് പഠിക്കാം. ഓക്കെ.